നമസ്കാരം, ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈമറുകളെ പറ്റിയാണ്. ടൈമർ എന്താണ്, എത്ര ടൈപ്പ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ടൈമർ 0 എന്ന് പറയുന്ന ഒരു ടൈമറുണ്ട്, ടൈമർ 1 ഉണ്ട്, ടൈമർ 2 ഉണ്ട്. അതിൽ 8 ബിറ്റ് ടൈമർ എന്ന് പറയുന്നത് ടൈമർ 0യും ടൈമർ 2വും 8 ബിറ്റാണ്. ടൈമർ 1 മാത്രം 16 ബിറ്റാണ്. അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. ഓപ്ഷൻ റെഗ് എന്ന് പറഞ്ഞ രജിസ്റ്ററാന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഓപ്ഷൻ റെഗ് രജിസ്റ്റർ. ഇതിൽ 7th ബിറ്റ് RBPU നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. INTEG ബിറ്റ് 0 കൊടുക്കാം. TOCS ബിറ്റ് 0 കൊടുക്കാം. TOSC 0 കൊടുക്കാം. അടുത്തത് നമുക്ക് ആവശ്യമുള്ളതാണ് പ്രീ സ്കെയിലർ അസൈൻമെൻറ്റ് ബിറ്റ്. ഇത് നമുക്ക് വാച്ച് ഡോഗ് ടൈമറിൻ്റെ ടൈമർ വേണോ അതോ ടൈമർ 0 ടൈമർ വേണോ, ഏത് ടൈമറിൻ്റെ ആണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ടൈമർ 1-ലാവുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വ്യത്യാസം വരും. ടൈമർ 0 മാറി ടൈമർ 1 ആവും. ടൈമർ 2 ആണെങ്കിൽ ടൈമർ 2 ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രീ സ്കെയിലർ അസൈൻമെൻറ്റ് ബിറ്റ് ഇത് നമ്മൾ 0 കൊടുത്തു. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് PS2 തുടങ്ങി PS0 വരെ, അതായത് ഈ 3 ബിറ്റുകൾ 0 ചെയ്താൽ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ നേർ പകുതി, ഇപ്പോൾ 10 MHz ആണ് ഫ്രീക്വൻസി എങ്കിൽ, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി 10 MHz ആണെങ്കിൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 MHz ആണ്. അപ്പോൾ 1:2 എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഉപയോഗിച്ചാൽ 1:4, അതായത് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 4. 8, 16, 32, 64, 128, 256. ഇതാണ് പ്രീ സ്കെയിലർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ 111 ആണ് കൊടുക്കുന്നതെങ്കിൽ 1:256 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്തിരുന്നത് വാച്ച് ഡോഗ് ടൈമർ വേണ്ട, ടൈമർ 0 മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ടൈമർ 0 റേറ്റ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിക്കോൺ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ്. അതിൽ TMR0 IF എന്ന് പറയുന്ന ഒരു ബിറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ടൈമർ 0 ഇൻ്റർ ഫ്ലാഗ്. അപ്പോൾ ഇനി നമുക്ക് ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടായിരുന്നു, രജിസ്റ്റർ കണ്ടപ്പം പറഞ്ഞിരുന്നു പ്രീ സ്കെയിലർ വാല്യൂ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 5 MHz 10 MHz ക്രിസ്റ്റലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 MHz എനിക്കിവിടെ പ്രീ സ്കെയിലറായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ശരിക്കും ഇങ്ങനെയുള്ളൊരു സിഗ്നലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഫ്രീക്വൻസി, ഈ സ്ക്വയർ വേവിൻ്റെ ഫ്രീക്വൻസി 5 MHz ആയിരിക്കും. അപ്പോൾ ഈ 5 MHz ആവുന്ന സമയത്ത് നമ്മൾ പ്രീ സ്കെയിലർ സെറ്റ് ചെയ്തേക്കുന്നത് 1:2 എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ 10 MHz ആണ് സെറ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. ഇത് ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്, OSC. ക്രിസ്റ്റൽ ഓസിലേറ്റർ സ്പീഡ് 10 MHz ആണ്. നമുക്ക് ഉപയോഗിക്കാവുന്ന മാക്സിമം സ്പീഡ് 5 MHz ആണ്. അപ്പോൾ പ്രീ സ്കെയിലറിൻ്റെ ഓസിലേഷൻ സ്പീഡ് 5 MHz ആണ്. ഓരോ 5 MHz എത്തുമ്പോഴും ഒരു പൾസ് TMR0യ്ക്ക് കൊടുക്കും.
ഈ ടി എം ആർ സീറോയ്ക്ക് കൊടുക്കുമ്പോൾ ടി എം ആർ സീറോയുടെ വാല്യൂ 0 ആണ്, ഡീഫോൾട്ടായിട്ട് 0 ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയെന്ന് വിചാരിച്ചു. 200 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പൾസ് കിട്ടുമ്പോൾ 200 പ്ലസ് 1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകും. ഈ പ്ലസ് 1 എന്ന് പറയുന്ന ഓരോ 5 മെഗാഹെർട്സ് ആകുമ്പോഴും ഈ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂ അത് പ്ലസ് 1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോകും. അങ്ങനെ പോയി 255 8 ബിറ്റ് ടൈമറിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 255 ആയി കഴിയുമ്പോൾ വീണ്ടും പ്രീ സ്കെയിലർ റൺ ചെയ്യാണ്. നമ്മുടെ ഫ്രീക്വൻസി 5 മെഗാഹെർട്സ് ആകുമ്പോൾ വീണ്ടും 256 പോവും. നമ്മുടെ വാല്യൂ 255 വരെയാണ് റേഞ്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ അസൈൻ ചെയ്യാണ്. 256 പോകുമ്പോൾ ടൈമർ സീറോയുടെ വാല്യൂ 0 പോകും. അപ്പോൾ നമ്മൾ വീണ്ടും സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തേക്കാണ് 200 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് പോകണം എന്ന് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ 255 നിന്ന് 256 പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 256 എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 256 ആവുന്ന സമയത്ത് ടൈമർ സീറോ ഇൻ്റർ ഫ്ലാഗ് 0 ആയിരിക്കും ഡീഫോൾട്ടായിട്ട്. അപ്പോൾ ഇത് 1 ആകും. ഇത് ഹാർഡ്വെയർ ചെയ്യുന്നതും ഇത് സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ചെയ്യണം. ഇത് ഹാർഡ്വെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻ്റർ ഫ്ലാഗ് ചെക്ക് ചെയ്തിട്ടാണ് ഇൻ്റർ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു കോട്ട് അങ്ങ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ടൈമർ സീറോ ഇൻ്റർ ഫ്ലാഗ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ഒരേ സമയത്തല്ല, ഒരു എന്താ പറയുക, ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഇത് 5 മെഗാഹെർട്സ് ആണല്ലോ, ഇതിൻ്റെ ഈ ഒരു ഹൈക്ക്, ആ ഹൈക്കിൻ്റെ സമയത്ത് ഒരു പണി നമുക്ക് ഒരു മൈക്രോ കൺട്രോളർ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു എന്താണിപ്പോൾ പറയുക, ഇങ്ങനെയാണ് നമുക്കൊരു പണി. ഇപ്പോൾ ഒരു LCD പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ LCDയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മോട്ടർ റൺ ചെയ്യണം. അല്ലെങ്കിൽ ആ മോട്ടർ റൺ ചെയ്യുന്ന, അപ്പോൾ LCD പ്രിൻ്റ് ചെയ്യുകയും മോട്ടർ റൺ ചെയ്യുകയും ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം. അങ്ങനെ ഒരു 2-3 ഭാഗങ്ങൾ വരുമ്പോൾ ഡിലേ വെച്ച് ചെയ്താൽ IC ഓഫായി പോകും, IC വർക്ക് ചെയ്യില്ല. കാരണം ഡിലേ ഫങ്ഷൻ എന്ന് പറയുന്നത് IC അത്രയും സമയത്തേക്ക് സ്റ്റോപ്പ് ആവുക, അല്ലെങ്കിൽ പോസായി നിൽക്കുക. അങ്ങനെയാണ് ഡിലേയും ടൈമറും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടൈമർ സീറോ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഞാനാകെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല, വളരെ സിമ്പിളാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ടൈമർ സീറോയെ പറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.